ഹലോ, വെൽക്കം ടു ടാരോ വിത്ത് അനല. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് രണ്ട് മേജർ അർക്കാന കാർഡ്സ് ഉണ്ട്. മൂൺ കാർഡും വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചില കൺഫ്യൂഷനുകളിൽ പെട്ടിരിക്കുകയാണ് എന്നാണ് കാണാൻ പറ്റുന്നത്. അവർക്ക് കുറേ ടെൻഷനുകളുണ്ട്. എന്ത് തീരുമാനിക്കണമെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. മുന്നോട്ടുള്ള പാതയിൽ അവർക്ക് ചോയ്സസ് വരുന്നുണ്ട്. ഒരു പക്ഷേ ജോലിയിൽ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കാം. അതുകൊണ്ട് നിങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് അവർക്കിപ്പോൾ കഴിയുന്നില്ലായിരിക്കാം. ഒരു പുതിയ പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു പുതിയ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പുതിയ കാര്യമോ ഒക്കെ അവർ ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് അവരുടെ ഫോക്കസ് അതിലേക്കാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഓവർവർക്ക്ഡ് ആണ്, റെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം നിങ്ങൾ ഇതുകൊണ്ടൊന്നും സഫർ ചെയ്യരുത് എന്നും അവർക്ക് ആഗ്രഹമുണ്ട്. ജോലി തിരക്കിനിടയിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ അവർ അവസരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് കൃത്യമായ ഫലം കണ്ടില്ല എന്ന് വരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ്, അവരുടെ ലൈഫിൽ അവർക്ക് ചില തിരക്കുകളുള്ള സമയമാണ്. അവരുടെ ശ്രദ്ധ കൂടുതൽ മറ്റെന്തോ കാര്യത്തിലേക്ക്, നിങ്ങളെക്കാൾ കൂടുതലായി മറ്റെന്തോ കാര്യത്തിലേക്ക് കൊടുക്കേണ്ട ഒരു അവസരമാണ് അവർക്ക് ലൈഫിലുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സമാധാനപ്പെടുക. എന്താണ് അവർ വിളിക്കാത്തത്, എന്തുകൊണ്ടാണ് റിപ്ലൈ ചെയ്യാത്തത് തുടങ്ങിയ ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ അവരെ ശല്യപ്പെടുത്താതിരിക്കുക. കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കുറച്ച് സൂക്ഷിക്കേണ്ട സമയമാണ്. അവരിലേക്ക് ഓപ്ഷനുകൾ വരുന്നുണ്ട്. നിങ്ങളല്ലാതെ മറ്റൊരാൾ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് എല്ലാവർക്കും അല്ല കേട്ടോ, അത് ഞാൻ എടുത്തു പറയുകയാണ്. ഇത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമല്ല. നിങ്ങളിൽ നിന്നും അവരുടെ ശ്രദ്ധ കുറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഓവർവർക്ക്ഡ് ആണ്, അവർക്ക് ഒരുപാട് ജോലി ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ചുമതലകൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ചില ആളുകൾക്ക് മാത്രം ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ ചിലപ്പോൾ ഒരു സീക്രട്ട് സൂക്ഷിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാവാം. ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ടാവാനുള്ള ചാൻസ്. ഏത് വേണം, നിങ്ങൾ വേണോ അതോ തേർഡ് പാർട്ടി വേണോ എന്നുള്ള ഒരു ആലോചനയിൽ അവർ ഇരിക്കുന്നതായിട്ട് കാണുന്നു. പല പല ഓപ്ഷനുകൾ അവരുടെ മുന്നിൽ വന്നിട്ടുള്ളതായിട്ട് കാണുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങളിപ്പോൾ അവരോട് കൺഫ്രണ്ട് ചെയ്യാൻ പോകരുത്. അവരോട് നേരിട്ട് സംസാരിക്കാനായിട്ട് പോകണ്ട എന്നുള്ളതാണ് ഒരു ഗൈഡൻസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഗിവ് ഇറ്റ് ടൈം. നിങ്ങൾ സമയം കൊടുക്കുക. നിങ്ങൾ സറണ്ടർ ചെയ്യുക. യൂണിവേഴ്സിൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല കാര്യങ്ങൾ ഉള്ളത് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക. ഡിവൈനിലേക്ക് നിങ്ങൾ സ്വയം സറണ്ടർ ചെയ്യാനാണ് ഇപ്പോൾ ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് വരുന്നത്. ടൈം ആകുമ്പോൾ വരേണ്ട തിരിച്ചറിവുകൾ അവർക്ക് സ്വയം വന്നോളും. ഇപ്പോൾ നിങ്ങൾ അവരോട് നേരിട്ട് സംസാരിക്കാൻ പോകാനുള്ള സമയമല്ല. ഞാൻ രണ്ട് ക്ലാരിറ്റി കാർഡ്സ് പുൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് പേജ് ഓഫ് കപ്സ്. നിങ്ങൾ ഓവർ ഗിവിങ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ എല്ലാ എനർജിയും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിലേക്ക് മാത്രമാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒരു ബാക്ക് ഓഫ് ചെയ്യാനുള്ള സമയമാണ്. ഓവർ ഗീവ് ചെയ്യുന്നത് നിർത്തുക. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അതാണ് പറയുന്നത്. നിങ്ങൾ അവരെ ഇങ്ങനെ നറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നിങ്ങളുടെ എല്ലാ എനർജിയും ശ്രദ്ധയും പരിചരണവും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കുറച്ചൊന്ന് പിൻവലിക്കുക. നിങ്ങൾ ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ പോയാൽ മതി. അതായത് നോർമലായിട്ട് കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. പക്ഷേ അമിതമായിട്ടുള്ള നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ, മെസ്സേജുകൾ, കോളുകൾ ഒക്കെ ഒന്ന് കുറയ്ക്കുക. നിങ്ങൾക്ക് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് വരിക. അതായത് നിങ്ങൾക്ക് ഇമോഷണലി സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലുള്ളവരുമായിട്ട് കുറച്ചുകൂടി അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരിക. ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങളിലേക്ക് കുറച്ചൊന്ന് ശ്രദ്ധ പതിപ്പിക്കുക. ഇത് നിങ്ങൾക്ക് സെൽഫ് റിയലൈസേഷനുള്ള ഒരു സമയമാണ്. സെൽഫ് കെയറിനുള്ള ഒരു സമയമാണ്. നിങ്ങൾ ഈ കെയർ സ്വയം കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ വില വീണ്ടും വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ തൃപ്തി ഉണ്ടാകുന്നത് ആ സമയത്ത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇനി നിങ്ങൾക്കുള്ള ആക്ഷൻ കാർഡ് എന്താണെന്ന് നോക്കാം. അത് ഫൂൾ കാർഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സറണ്ടർ ചെയ്യാനുള്ള സമയമാണ്. യൂണിവേഴ്സിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എന്താണോ റൈറ്റ് ആയിട്ടുള്ളത് അത് കറക്റ്റ് സമയത്ത് റൈറ്റ് ടൈമിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിറം കണ്ടോ, മഞ്ഞയാണ്. അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. നമ്മുടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിലും അതുതന്നെയാണ്. നിങ്ങൾ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും ഉണ്ട്. അത് തിരുത്താനായിട്ട് നിങ്ങൾ തയ്യാറുമാണ്. ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഫുൾ എനർജിയിലേക്ക് വരാനാണ്.
നിങ്ങൾ അവനവനിൽ സന്തോഷം കണ്ടെത്തുകയും നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുകയും യൂണിവേഴ്സിൽ വിശ്വസിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകണം. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ ശരിയായ സമയത്ത് കാര്യങ്ങൾ ശരിയായ രീതിയിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ഗൈഡൻസ്. പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോ റീഡിംഗ് കൂടാതെ നമ്മൾ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ്, ഓറ റീഡിംഗ്, റേക്കി ഹീലിംഗ് എന്നീ സർവീസുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.